CPM രാഷ്ട്രീയമായി പരാജയപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ മൂന്നാം ഊഴമെന്ന സ്വപ്നം വിഫലമാകുന്നുവെന്ന് ജി സുധാകരൻ. കോൺഗ്രസിന്റെ പ്രവർത്തകർ മണ്ഡലത്തിൽ ശക്തമായും ആത്മാർത്ഥമായും തനിക്ക് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നുവെന്നും ജി സുധാകരൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൂന്നാം ഊഴമെന്ന സ്വപ്നം വിഫലമാകുമെന്ന് വിമർശിച്ച ജി സുധാകരൻ. CPM നേതൃത്വം രാഷ്ട്രീയമായി പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസ് നേതൃത്വം രാഷ്ട്രീയമായി വിജയിക്കുന്നതാണ് കാണുന്നതെന്നും ജി സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. 6 പതിറ്റാണ്ടിലേറെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊപ്പം അണിയായും നേതൃത്വത്തിന്റെ ഭാഗമായും പ്രവർത്തിച്ച തനിക്ക് നിർഭയമായും സത്യസന്ധമായും രാഷ്ട്രീയ പ്രവർത്തനം തുടരാനാവാത്ത സാഹചര്യമാണ് വർഷങ്ങളായി അനുഭവപ്പെടുന്നതെന്നും ജി സുധാകരൻ പറഞ്ഞു. അഴിമതിക്കാർക്കും ക്രിമിനൽ മാഫിയ രാഷ്ട്രീയം കൈയാളുന്നവർക്കുമെതിരെയുള്ള നിലപാടിന്റെ ഭാഗമായാണ് അമ്പലപ്പുഴ അസംബ്ലി മണ്ഡലത്തിൽ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനമെടുത്തത്. തന്നെ നേരിടുന്ന LDFന്റെ നേതൃത്വം നിരന്തരമായി സത്യവിരുദ്ധമായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ ബന്ധപ്പെടുമ്പോൾ ഈ കുപ്രചാരണങ്ങളൊന്നും അവരെ ബാധിച്ചിട്ടില്ല എന്ന പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളതെന്നും ജി സുധാകരൻ വിമർശിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ മണ്ഡലത്തിൽ ശക്തമായും ആത്മാർത്ഥമായും തനിക്ക് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നു. അവരോടെല്ലാം ഉള്ള തന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇടതുപക്ഷത്തിൽ പൊതുവെയും CPMൽ പ്രത്യേകിച്ച് നിരവധി പാർട്ടി അംഗങ്ങളും പതിനായിരക്കണക്കിന് വോട്ടർമാരും തന്നെ വിജയിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് നിൽപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതിക്കാർക്കും ക്രിമിനൽ മാഫിയ രാഷ്ട്രീയം കൈയാളുന്നവർക്കുമെതിരെയുള്ള നിലപാടിന്റെ ഭാഗമായാണ് അമ്പലപ്പുഴ അസംബ്ലി മണ്ഡലത്തിൽ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനമെടുത്തതെന്നും സുധാകരൻ കുറിച്ചു. പഴയ ഇടത് വേഴ്സസ് പുതിയ ഇടതോ? CPMലെ പൊട്ടിത്തെറികളുടെ കാരണങ്ങൾ ഏതായാലും CPMന് വലിയ ചോദ്യമായി മാറും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ CPMനുള്ളിൽ വർദ്ധിച്ചു വരുന്ന അസ്വസ്ഥതകളും പൊട്ടിത്തെറികളും വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ്. ഒരു കാലത്ത് കൃത്യമായ സംഘടനാ ശൈലിയും നേതൃപാഠവും ഉണ്ടായിരുന്ന പാർട്ടിയിൽ ഇപ്പോൾ പഴയ ഇടത് വേഴ്സസ് പുതിയ ഇടത് എന്ന ഭിന്നത വ്യക്തമായി ഉയർന്നു വരുന്നുണ്ടോ എന്നാണ് പൊതുവെയുള്ള ചോദ്യം. തുടർഭരണത്തെ തുടർന്ന് സൃഷ്ടിക്കപ്പെട്ട അധികാര കേന്ദ്രീകൃതമായ പുതിയ നേതൃത്വവും കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്ന് ഉടലെടുത്ത പഴയ നേതൃത്വവും തമ്മിലുള്ള സംഘർഷമാണ് ഇതിന് കാരണമാവുന്നതെന്നാണ് നിഗമനം. ജി സുധാകരൻ, TK ഗോവിന്ദൻ, V കുഞ്ഞികൃഷ്ണൻ, ഐഷ പോറ്റി തുടങ്ങി നിരവധി മുതിർന്ന നേതാക്കൾ പാർട്ടിയിൽ നിന്നും അകന്നു കഴിയുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പല പ്രദേശങ്ങളിലും മുതിർന്ന നേതാക്കൾ മാറ്റി നിർത്തപ്പെടുകയും പുതുതലമുറ നേതൃത്വത്തിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഇതാണ് പല തലങ്ങളിലും പൊട്ടിത്തെറികളിലേക്ക് വഴിയൊരുക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. പാർട്ടിക്ക് മേൽ വരുന്ന ഓരോ ആരോപണങ്ങളെയും പ്രതിരോധിച്ച് നിന്ന മുതിർന്ന നേതാക്കൾ നിലവിലെ നേതൃത്വം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും അകലം പാലിക്കുന്നതും ഇതിന്റെ സൂചനയാണ്. കേന്ദ്രീകൃത അധികാര പ്രവണത നിലവിൽ വരികയും പാർട്ടിക്ക് മുകളിലേക്ക് നേതൃത്വവും അവരെ ഒട്ടിനിൽക്കുന്ന പലതരം സ്ഥിതിപാഠകരും കടന്നു വരികയും ചെയ്യുന്നതായും നേരത്തെയും താഴെത്തട്ട് സമ്മേളനങ്ങളിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ സ്വയം വിമർശനത്തിന്റെ വഴികൾ അടച്ചു കളയുകയും മുകളിൽ നിന്നുള്ള തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നതിനാൽ താഴെത്തട്ട് വിമർശനങ്ങൾ എവിടെയും എത്താതെ പോയി. ഇത് സൃഷ്ടിക്കുന്ന അസംതൃപ്തി മറികടക്കാൻ പാർട്ടി മിഷനറിക്ക് കഴിയാതെ വരുന്നതോടെയാണ് സംഘടനാപരമായ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തകരുടെയും കേഡറുകളുടെയും ആശങ്കകൾ ഒരു തരത്തിലും കേൾക്കാതെ പാർട്ടി നേതൃത്വം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നുവെന്ന ആരോപണവും ഇതോടൊപ്പം കാണേണ്ടതുണ്ട്. തൊഴിലാളി വർഗ പാർട്ടി എന്ന് ഇപ്പോഴും എടുത്തു പറയുമ്പോഴും തൊഴിലാളി കേന്ദ്രീകൃത നിലപാടുകളിൽ നിന്നും പാർട്ടി നേതൃത്വം അകന്നു പോവുകയാണ് എന്ന ആരോപണം കാലങ്ങളായി കേൾക്കുന്നുണ്ട്. തുടർ ഭരണകാലത്ത് ഇത് കൂടുതലായി മറനീക്കി പുറത്തു വരുന്നതാണ് കാണുന്നത്. ഇതോടൊപ്പം സിറ്റിംഗ് MLAമാരെ തന്നെ വീണ്ടും പരിഗണിക്കുന്നതും പാർട്ടിക്കാർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ അവഗണിക്കുന്നതും പ്രാദേശിക തലങ്ങളിൽ അസംതൃപ്തി സൃഷ്ടിക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിലെ ഇത്തരം അസ്വസ്ഥതകൾ പ്രതിഷ്ഠിതമായോ അല്ലെങ്കിൽ നിശബ്ദമായ ഓട്ടുമറിയലായോ ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. മുതിർന്ന നേതാക്കളുടേതായി പുറത്തുവരുന്ന വലിയ തുറന്ന പറച്ചിലുകൾ ഇനിയും പരിഹരിക്കപ്പെടാത്ത ആഭ്യന്തര പ്രശ്നങ്ങളുടെ സ്വാഭാവിക പൊട്ടിത്തെറികളുടെ സൂചനയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇത് നിലവിലെ നേതൃത്വത്തിന് കീഴിൽ CPM നേരിടുന്ന സംഘടനാപരമായ ദൗർബല്യങ്ങളുടെ നേർക്കാഴ്ചയാണ്. തെരഞ്ഞെടുപ്പിൽ വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ CPM സംഘടനാ തലത്തിൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും പാർട്ടിയിലെ ആഭ്യന്തര പ്രതിസന്ധി അതിനെ മറികടക്കുന്ന വിധത്തിൽ മറനീക്കുക തന്നെയാണ്. നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കണമെന്നതും പിണറായി 3.0 എന്ന പ്രതീക്ഷ എങ്ങനെ സഫലമാക്കണം എന്നതുമാണ് ഇടതുമുന്നണി നേരിടുന്ന സുപ്രധാന വെല്ലുവിളി.